പള്ളി പൊളിച്ച് അയോധ്യ ക്ഷേത്രം പണിത് ചരിത്രം സൃഷ്ടിക്കാൻ മോദിയും ബിജെപിയും കാണിച്ച മിടുക്ക് തകർക്കപ്പെട്ട ബാബരി മസ്ജിദ് പണിയാൻ കാണിക്കുന്നില്ല എന്നത് മതവികാരത്തെ കാണിച്ചു തരികയാണ്. രാജ്യത്തലവൻ ഹിന്ദുത്വം മാത്രം ലക്ഷ്യം വെച്ച് നടത്തുന്ന ഇത്തരം പൊറാട്ട് നാടകങ്ങൾ ഇന്ത്യയിൽ അരങ്ങേറുമ്പോൾ പലർക്കും കയ്യും കെട്ടി നോക്കി നിൽക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. തകർക്കപ്പെട്ട ബാബരി മസ്ജിദിന് പകരം നിർമ്മിക്കാൻ ഉദ്ദേശിച്ച പള്ളിയുടെ നിർമ്മാണം ഇനിയും അയോധ്യയിൽ ആരംഭിച്ചിട്ടില്ല എന്നത് ഈ അവസരത്തിൽ എടുത്തു പറയേണ്ട കാര്യമാണ്. ഉദ്ദേശിച്ച രീതിയിൽ ധനസമാഹരണം നടക്കാത്തതാണ് നിർമ്മാണം വൈകാൻ കാരണമായിരിക്കുന്നത്. ധനിപ്പൂരിൽ പള്ളി നിർമ്മിക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്കുള്ള റോഡ് വികസിപ്പിക്കാൻ പോലും ഉത്തർപ്രദേശ് സർക്കാർ തയ്യാറായിട്ടില്ല. ഹിന്ദുത്വവാദികൾ പുരാതനമായ പള്ളി പൊളിച്ചപ്പോൾ സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം സർക്കാർ അനുവദിച്ചതാണ് ഈ ഭൂമി. പള്ളിയുടെ നിർമ്മാണ ചുമതലയുള്ള ഇന്തോ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷന് ഇതുവരെ സമാഹരിക്കാൻ കഴിഞ്ഞത് വെറും 45 ലക്ഷം രൂപ മാത്രമാണ്. രാമക്ഷേത്രത്തിനായി ആയിരക്കണക്കിന് കോടി രൂപ പൊടിപൊടിക്കുന്ന സർക്കാർ ഇവിടേക്ക് തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല. ചരിത്രത്തിൽ സമാനതകളില്ലാത്ത പീഡനങ്ങൾ നേരിട്ട് 1992 അയോധ്യ വിട്ട് പലായനം ചെയ്ത ഒരു വിഭാഗം ജനങ്ങളും ഇന്ന് ധനിപ്പൂരിലുണ്ട്. ഇന്ന് പുതിയ മാതൃകയിൽ പള്ളിയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ വിശ്വാസികൾ. എന്നാൽ മോദി സർക്കാരാണ് ഇനി വീണ്ടും രാജ്യം ഭരിക്കുന്നതെങ്കിൽ ഇവിടെ ഒരു പള്ളിയും ഉയരില്ല എന്നതും വാസ്തവമാണ്. ഹിന്ദുത്വം മുന്നിൽ നിർത്തി 4 വോട്ട് അധികം കിട്ടാൻ രാമക്ഷേത്രം എന്ന ബിജെപിയുടെ പദ്ധതി വമ്പൻ വിജയമായി തീർന്ന കാഴ്ചയാണ് നാം കണ്ടത്. മോദിയുടെ ക്ഷണം സ്വീകരിച്ച് ഓച്ചാനിച്ചെത്തിയ VVIPകളെയും നാം കണ്ടതാണ്. 1000ഓളം പേർ മരിച്ച ഭൂമിയിലാണ് അമ്പലം പണിതതും ജയ് ശ്രീരാം എന്ന് പലരും ആർത്തുവിളിച്ചതും. രാഷ്ട്രീയ നിയമവിവാദങ്ങളുടെ ചരിത്രത്തിനിടയിൽ 2020 ഓഗസ്റ്റ് 5-നാണ് അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചത്. 4 വർഷം പൂർത്തിയാകുന്നതിന് മുൻപ് ക്ഷേത്ര നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം അന്തിമ മിനുക്കുപണിയിലേക്ക് നീങ്ങുകയാണ്. 70.5 ഏക്കർ ഭൂമിയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന്റെ മൊത്തം വിസ്തൃതി. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം 67.5 ഏക്കർ ഭൂമി ലഭിച്ചു. 3 ഏക്കർ ഭൂമി ട്രസ്റ്റ് പിന്നീട് വാങ്ങുകയായിരുന്നു. ഇവിടെ രാമക്ഷേത്രം ഉയർന്നിരിക്കുകയാണ്. നരേന്ദ്രമോദി എന്ന അധിപന്റെ അവസാന തന്ത്രമായിരുന്നു രാമക്ഷേത്രം എന്ന് തന്നെ പറയാം. ഇനി മോദിക്കറിയാം വോട്ടുകൾ താനെ വരുമെന്ന്. ഹിന്ദുത്വവും വർഗീയതയും വിളമ്പാതെ ഇവിടെ ഒരു ജയവും നടക്കില്ലെന്ന് മുൻകൂട്ടി കണ്ട് തന്നെയാണ് 11 ദിവസത്തോളം വ്രതമെടുത്ത ജനങ്ങൾക്ക് മുന്നിൽ രാമക്ഷേത്രം കാഴ്ചവെച്ചത്. സത്യം പറഞ്ഞാൽ ക്ഷേത്രം മുഴുവൻ നിറഞ്ഞു നിന്നത് രാമനല്ലായിരുന്നു, നരേന്ദ്രമോദിയായിരുന്നു.